ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഒരു കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ദേ ആമിക്കുട്ടി റെഡിയായി ഇരിപ്പുണ്ട്. അനിയൻ്റെ മടിയിലാണ് ആമിക്കുട്ടി ഇരുന്നത്. ആലപ്പുഴയിൽ നിന്ന് അനിയത്തി അനിയനുമൊക്കെ കല്യാണം കൂടാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ മക്കളെ കൂടി റെഡിയാക്കുവാണ്. ഞങ്ങളിവിടുന്ന് ബസ്സിന് കല്യാണ സ്ഥലത്തേക്ക് പോയി. കല്യാണ സ്ഥലത്തേക്കല്ല, അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് ബസ്സുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കല്യാണ സ്ഥലത്തെത്തിയത്. കായംകുളത്ത് വെച്ചായിരുന്നു കല്യാണം കേട്ടോ. ഇതാണ് പയ്യനും കൊച്ചും. അവൻ്റെ പേര് പ്രശാന്ത് എന്നാണ്, കൊച്ചിൻ്റെ പേര് മഞ്ജു എന്നാണ്. അപ്പം ഇതെൻ്റെ മോനാണ്, കൂടെയുള്ളത് അനിയത്തിയുടെ മകനാണ്. പിന്നെ കല്യാണ ചിക്കനെ എല്ലാവരും കണ്ടല്ലോ അല്ലേ. പിന്നെ അപ്പച്ചി അമ്മയുടെ അനിയത്തിയാണ്. കുറേ പേരെ ഉണ്ട് പരിചയപ്പെടുത്താനായിട്ട്. 5 അമ്മാവന്മാരും പിന്നെ അമ്മയ്ക്കൊരു അനിയത്തിയാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആമിക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു. ചെറുക്കനെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പയ്യൻ്റെ ആങ്ങളയില്ലെങ്കിൽ ബന്ധത്തിലുള്ള ആങ്ങളയായിരിക്കും കേട്ടോ. പുള്ളി വന്നിട്ട് പയ്യൻ്റെ കാല് കഴുകുകയും പിന്നെ മാലയിട്ട് ബൊക്കെ കൊടുത്ത് ചന്ദനം തൊട്ട് കൈ പിടിച്ച് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലും വലിയ ഗ്രാൻഡായിട്ടൊക്കെ നടത്തുന്നവരുണ്ട്. നമ്മൾ സാധാരണക്കാരാണ്. സാധാരണ രീതിയിലുള്ളൊരു കല്യാണമാണിത്. അപ്പോൾ ആ പഴയ രീതിയിൽ തന്നെ നമ്മൾ ചടങ്ങുകൾ നടത്തുവാണ്. ആമിക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. പക്ഷേ പന്തലിലെത്തിയപ്പോൾ അവൾ ഉണർന്നു. ഇടയ്ക്കൊക്കെ കരഞ്ഞ് അലമ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സ്റ്റേജ് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. താമരയുടെ പൂക്കൾ പോലെ അങ്ങനെ നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ചെറുതായിരുന്നെങ്കിലും നല്ലൊരു സ്റ്റേജായിരുന്നു കേട്ടോ. ആമിക്കുട്ടി അലമ്പായതുകൊണ്ട് കല്യാണത്തിൻ്റെ താലികെട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ചൊക്കെ വീഡിയോ എടുത്തത് മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ആമിക്കുട്ടിയുടെ അലമ്പ് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പെണ്ണിന് വിളക്ക് കൊടുക്കുന്ന സമയമായിരുന്നു. അമ്മയാണ് വിളക്ക് കൊടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഉണ്ട് കഴിഞ്ഞ് വളരെ വേഗം തന്നെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ പെണ്ണും ചെറുക്കനും വരുന്നതിന് മുന്നേ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണമായിരുന്നു. മാമിയൊന്ന് ഹെൽപ്പൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ അന്ന് വൈകിട്ട് തന്നെയായിരുന്നു റിസപ്ഷൻ എന്ന് വെച്ചാൽ റിസപ്ഷനും അടുക്കള കാണലും ഒക്കെ ഒരൊറ്റ ദിവസമായിരുന്നു. കാരണം ഇത്രയും ബന്ധുക്കളെ ഒരുമിച്ച് പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് അന്ന് തന്നെ അങ്ങ് നടത്തി. ചെറുക്കൻ്റെ അമ്മ വിളക്ക് കൊടുത്ത് ആരതി ഒഴിഞ്ഞ് വിളക്ക് കൊടുത്തിട്ട് വലതുകാല് വെച്ച് നമ്മളുടെ വീട്ടിലേക്ക് കയറ്റി. ഇനി മധുരം കൊടുക്കൽ ചടങ്ങാണ്. അതിനായിട്ട് പാലും പഴമായിരുന്നു. അതൊക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ചെറുക്കൻ്റെ അമ്മയ്ക്ക് വളയിടുന്ന ഒരു ചടങ്ങുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. എല്ലാ ബന്ധുക്കളെയും കാണാൻ പറ്റി. സന്തോഷവും പരിഭവവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവച്ചു. വൈകിട്ട് റിസപ്ഷന് വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയാണ്. കൊച്ചൊരു ലാച്ചയായിരുന്നു ഇട്ടിരുന്നത് കേട്ടോ. ഞാൻ ദേ ഡ്രസ്സ് മാറി ഈ ഒരു ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ റിസപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേക്ക് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ചെറുക്കൻ്റെ വീട്ടുകാർ വന്നു. നമ്മളുടെ ഇവിടെയൊക്കെ എല്ലായിടത്തെയും പോലെ അലമാരയാണ് കൊണ്ടുവരാറ് അടുക്കള കാണൽ ചടങ്ങിന്. പലയിടത്തും പല രീതിയായിരിക്കും. ഇവിടെ അലമാരയാണ് നമുക്ക് അടുക്കള കാണാൻ കൊണ്ടുവരുന്നത് കേട്ടോ.
ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആമിക്കുട്ടിയുടെ വക ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോന്നു. ഒരു 9:30 ആയപ്പോൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.